ജനങ്ങളുടെ വികസനത്തിന്, നാടിൻ്റെ പുരോഗതിക്ക് ഒക്കെ എന്ത് സംരംഭമായാലും എന്ത് പദ്ധതിയായാലും കേരളത്തിന് ഒപ്പം സദാസമയവും നിൽക്കും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി വി.ഡി. സതീശന് വാക്ക് നൽകിയിരുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ചർച്ചയിൽ വരികയും ഏത് പദ്ധതിക്കും അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കുതകുന്ന എന്ത് കാര്യത്തിനും ഒപ്പമുണ്ടാകും, എല്ലാ തരത്തിലുള്ള സഹകരണവും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നൽകും എന്നാണ് വി.ഡി. സതീശന് പ്രധാനമന്ത്രി അന്ന് വാക്ക് കൊടുത്തത്. കഴിഞ്ഞ ദിവസം നീതി ആയോഗ് യോഗത്തിൽ അക്കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പുതുതായി വയോജനങ്ങൾക്കായി, പ്രായമായ മാതാപിതാക്കൾക്കായി, അപ്പൂപ്പൻ അമ്മൂമ്മമാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചതിൽ കേരളത്തെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ഈ ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ നൽകും എന്നും ഈ ആശയം മുന്നോട്ട് വെച്ച കേരള സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്നുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട, രോഗാതുരരായ, ഒരുപാട് കാലം ജോലി ചെയ്ത് ഇപ്പോൾ ക്ഷീണിതരായി കഴിയുന്ന പ്രായമായ മാതാപിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക്, അവർക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി, അല്ലലില്ലാതെ അവർക്ക് കഴിയുന്നതിന് വേണ്ടി, അവരെ വീട്ടിൽ നിന്ന് മക്കൾ ഇറക്കിവിടാതിരിക്കുന്നതിനു വേണ്ടി, അവർക്ക് രോഗാവസ്ഥയിൽ മരുന്നുകൾ വാങ്ങുന്നതിനു വേണ്ടി നിരവധി പദ്ധതികളും ഒക്കെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു വകുപ്പായിരിക്കും ഈ വയോജന വകുപ്പ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. അതാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചത്.